ഹലോ, എല്ലാവർക്കും മറ്റൊരു അടിപൊളി കയാക്കിങ്ങിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മറ്റെവിടെയല്ല, ഷാർജയിലുള്ള അൽ മജാസിലാണ് ഉള്ളത്. നമ്മളിവിടെ കയാക്കിങ്ങിന് വേണ്ടി വന്നതാണ്. ഗൂഗിൾ മാപ്പ് ഇട്ട് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ അൽ മജാസ് കയാക്കിങ് ഇടുന്ന സമയത്ത് അവർ പറയുന്ന പാർക്കിങ്ങിൽ നമ്മൾ പാർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പേയ്മെൻറ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് 10 മിനിറ്റ് അങ്ങാണ്ട് ഫ്രീ ആണ്. പിന്നെയുള്ള സമയത്തൊക്കെ ഓരോ മണിക്കൂറിനും 10 ദിർഹം വെച്ച് ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മളെങ്ങനെ പോയാലും അവിടെ ഒരു 2 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അവർ നമുക്ക് എക്സ്ട്രാ കയാക്കിങ്ങിൻ്റെ പൈസ കൂടാതെ നമുക്ക് പാർക്കിങ്ങിന് പേയ്മെൻറ്റ് ചെയ്യും. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമുക്ക് RTA പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒരു വൈകുന്നേര സമയത്താണ് വന്നത്. ഒരു 6 മണി പോലെ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആയിരിക്കും, ചൂടൊന്നും ഉണ്ടാകത്തില്ല. നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സമ്മറിൻ്റെ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതാണ് കയാക്കിങ്ങിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ കയാക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ സിംഗിൾ കയാക്കിങ്ങിന് 20 ദിർഹവും ഡബിളിനാണെങ്കിൽ 40 ദിർഹമാണ് വരുന്നത്. പിന്നെ വന്നിട്ട് ഈ കാണുന്നതാണ് ഡോണറ്റാണിത്. ഇതിന് 1 അവർ വെച്ചിട്ടാണ് 200 ദിർഹമാണ് വരുന്നത്. ഡോണറ്റ് ബോട്ടും അതുപോലെ തന്നെ പെഡൽ ബോട്ടും അവൈലബിൾ ആണ്. പെഡൽ ബോട്ടിന് 75 ദിർഹമാണ്. ഇത് ഡോണറ്റിനും പെഡൽ ബോട്ടിനും 1 അവറാണ്. ബാക്കി രണ്ടും സിംഗിൾ കയാക്കിങ്ങും ഡബിൾ കയാക്കിങ്ങിനും അൺലിമിറ്റഡ് ആയിട്ട് എത്ര സമയം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പെഡലിനും ഇതിലും നമുക്ക് കൂടുതൽ 3 അഡൽട്ട്, പിന്നെ പെഡലിനാണെങ്കിൽ 3 അഡൽട്ടും ഒരു കൊച്ചിനെയും ഒരു കുട്ടിയും പറ്റും. മറ്റേതാണെങ്കിൽ 4 അഡൽട്ടും പിന്നെ പിള്ളേരെ അലൗഡാണ്. അതനുസരിച്ച് സ്പേസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് നമ്മുടെ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ നമുക്ക് സേഫ് ജാക്കറ്റൊക്കെ തരുന്നുണ്ട്. അതിനുശേഷം അവർ തന്നെ ഇറക്കി തരും. നമുക്ക് പ്രത്യേകിച്ച് വലിയ പരിചയങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അവർ അതിൻ്റെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളത് നമുക്ക് ലെഫ്റ്റിലേക്ക് പോകേണ്ടതെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ അതിൻ്റെ ഇത് തുഴഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് സൈഡിലേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് തുഴഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് പോകാൻ പറ്റും. നേരെ പോകണമെങ്കിൽ 2 സൈഡിലേക്കും ഒരേപോലെ തന്നെ തുഴഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോട്ട് നേരെ പോകും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അവിടെ ലൈഫ് ഗാർഡ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ജാക്കറ്റ് ഇട്ടത് കൊണ്ട് നമ്മൾ വെള്ളത്തിൽ എന്തായാലും മുങ്ങി പോകത്തില്ല, ഇങ്ങനെ പൊങ്ങി തന്നെ കിടക്കുമല്ലോ. നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെയാണ്, നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാവും. അത് ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിരുന്നു. ഈവനിങ് സമയമായതുകൊണ്ട് വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സമ്മറിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് ആണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. ഓക്കെ, ബൈ ബൈ.